Theorem 3. Skews theorem for sequences. If there exists some integer n, capital N, such that an less than or equal to bn less than or equal to cn for all small n greater than or equal to capital N, and limit n tends to infinity n is equal to limit n tends to infinity cn is equal to capital L, then limit n tends to infinity bn is equal to capital L. തിയറം കണ്ടുപഠിക്കേണ്ട ആവശ്യമില്ല, സംഭവം വളരെ എളുപ്പമാണ്. നിങ്ങൾ മുമ്പ് പഠിച്ചുള്ളത് തന്നെയാണ് സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞിട്ട്. an എന്ന സീക്വൻസ് ഉണ്ട്, cn എന്ന സീക്വൻസ് ഉണ്ട്, അതിന്റെ ഇടയിൽ bn എന്ന സീക്വൻസ് ഉണ്ട്. കേട്ടോ. an is converges to L, cn is also converges to L. ഈ രണ്ടെണ്ണം, അതായത് താഴെ കിടക്കുന്നതും മേലെ കിടക്കുന്നതും ഇതാണ് bn, താഴെ കിടക്കുന്നതും മേലെ കിടക്കുന്നതും Lലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ കിടക്കുന്ന ഈ bn-ഉം ഇതേ L-ലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനാണ് സ്ക്യൂസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an-ഉം ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി cn-ഉം എന്തോ അതിലോട്ട് തന്നെ അത് രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഈ സീക്വൻസും കൺവേർട്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറം ആണ്. സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി n factorial by n factorial divided by n raised to n where n factorial is defined by n factorial is equal to n into n minus 1 into n minus 2 etc. 3 into 2 into 1. Okay, n factorial എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1, 2, 1 into 2 into 3 into etc. n വരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 4 ഫാക്ടോറിയൽ ആണെങ്കിൽ എന്താണ്? നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് ടുവിനൊക്കെ. 1 into 2 into 3 into 4. എത്ര നമ്പർ എത്ര ഫാക്ടോറിയൽ ആണോ അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ an is equal to n factorial by n raised to n ആണ്. Find a1, n equal to 1 കൊടുക്കുക. a1 is equal to 1 factorial by 1 raised to 1, that is 1. a2 is equal to 2 factorial by 2 raised to 2, that is 1 into 2 by 2 into 2. a3 is equal to 3 factorial by 3 raised to n, 3 raised to 3, that is 1 into 2 into 3 divided by 3 into 3 into 3. അതുപോലെ an ആണെങ്കിൽ എന്ത് വരും? 1 into 2 into 3 into etc. n minus 1 into n divided by n times multiply ചെയ്യുക. That is equal to, ഇതിനെ സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുക്കുക. അപ്പോൾ n by n ഇട്ടു, then n minus 1 by n അതോടെ എഴുതി, then 3 by n, then 2 by n, 1 by n. n by n എന്താ? 1 ആണ്. അപ്പൊ ഞാൻ അവിടെ എന്താ ചെയ്തത്? അതുപോലെ തന്നെ എഴുതിട്ടോ, n by n 1, ഇതിന്റെ ബാക്കി ഞാൻ ഇതിന് മാത്രം 1 എഴുതി, ബാക്കിയല്ല ഞാൻ അതുപോലെ തന്നെ എടുത്ത് എഴുതി. then ഈ കിടക്കുന്ന n-നേക്കാളും ചെറുതാണ് മേലെ കിടക്കുന്നത്, ഇതിനാണ് ചെറുതാണ് മേലെ കിടക്കുന്നത്, ഇതിനാണ് ചെറുതാണ് മേലെ കിടക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാം എന്ത് വരും? ലെസ് ദാൻ ഈക്വൽ ടു n ആവും. ഇവിടെ ഇക്വാലിറ്റി മാറി ഇൻഇക്വാലിറ്റി വന്നു. കാരണം കണ്ടോ, ഇപ്പോ 3 by ഡിനോമിനേറ്റർ ആണ് എപ്പോഴും വലുത് കിടക്കുന്നത്, ഡിനോമിനേറ്റർ ആണ് വലുത് വരുന്നത്. ഇപ്പൊ 3 by 4 ആണെന്ന് വിചാരിക്കുക. n-ഉം n minus 1-ഉം 4-ഉം 3-ഉം n equal to 4 ആണെങ്കിൽ 3 by 4 എപ്പോഴും എന്തേ വരുള്ളൂ? ലെസ് ദാൻ ഈക്വൽ ടു 1 വരുള്ളൂ. ഡിനോമിനേറ്റർ അല്ലേ വലുത്, അപ്പൊ എപ്പോഴും ഒന്നിനേക്കാൾ താഴെ വരുള്ളൂ. അർത്ഥത്തില് ആണ് ഇവിടെ ലെസ് ദാൻ വന്നത്. ഈക്വൽ ടു വരാനുള്ള സാധനം ഇവിടെ നമ്മൾ എഴുതി, ലെസ് ദാൻ വരാനുള്ള കാരണം ഇതാണ്. അപ്പൊ എന്ത് കിട്ടിയത്? ഇതാണ് നമ്മുടെ an. ഈ കിടക്കുന്ന an 1 by n-നേക്കാൾ താഴെയാണെന്ന് കിട്ടി. 1 by n-ഓ 1 by n-നേക്കാൾ താഴെയാണെന്ന് കിട്ടി. ദാറ്റ് ഈസ് an ലെസ് ദാൻ ഈക്വൽ ടു 1 by n. നമ്മളിവിടെ കണ്ടു a1 1 ആണ്, a2 2 by 4 ആണ്. അപ്പൊ അങ്ങനെ കയറി പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, an എന്തേ വരുള്ളൂ? മാക്സിമം an ഒരിക്കലും 0 വരില്ല, ഒന്നിനേക്കാൾ മേലെ തുടങ്ങുള്ളൂ. സോറി, ഇവിടെ 1 by 4 ആണല്ലോ വരാ. അപ്പോ 0 വരില്ല എന്ന് ഉറപ്പാണ് നമുക്ക് a-ന്റെ വാല്യൂ. അപ്പൊ 0 ലെസ് ദാൻ ഒന്നിനേക്കാൾ മേലെ വരും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ താഴേക്കാണ് വരുള്ളൂ.
A1 മാത്രമേ 1 വരുള്ളൂ, A2 A3 A4കളൊക്കെ ഒന്നിനേക്കാൾ താഴെയാണ് വരിക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും A എന്ന് പറഞ്ഞാൽ എപ്പോഴും 0-നേക്കാൾ മേലെയാണ്, പക്ഷെ ഇതേ AN 1/n-നേക്കാൾ താഴെയുമാണ്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടി. that is 0 AN 1/n. ഇതിനെ ഞാൻ AN ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ 0 ഇങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, 0 തന്നെ. ഇതിനെ ഞാൻ CN ആക്കി എടുത്തു കഴിഞ്ഞാൽ 1/n എങ്ങനെയാ? ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1/n എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1/n is equal to 0 ആണ്. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്യുന്നത് 0 അപ്പൊ സ്ക്യൂസ് തിയറി പ്രകാരം ഈ അറ്റത്തെയും ഒരേ ലിമിറ്റോട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കിടക്കുന്നത് എന്തോ ആ സീക്വൻസും അതേ പോയിന്റോട്ട് കൺവേർട്ട് ചെയ്യണം. സോ സീക്വൻസ് AN converges to 0. അതിനെ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി AN that is equal to limit n ടെൻസ് ഇൻഫിനിറ്റി AN എന്ന് പറഞ്ഞാൽ n factorial by n raised to n that is equal to 0. Then theorem 4, if limit n tends infinity mod n is equal to 0, then limit n tends infinity n is equal to 0. അതായത് മോഡുലസ് എടുക്കുമ്പോൾ 0 വന്നു കഴിഞ്ഞാൽ മോഡുലസ് എടുക്കാത്തതിനും 0 ആയിരിക്കും എന്നർത്ഥം. പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ലിമിറ്റ് n tends infinity -1/n by n. n is equal to -1/n by n. അപ്പൊ മോഡ് n എന്താ വരാ? മോഡ് n is equal to ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും, മൈനസ് ബൈ പോസിറ്റീവ് 1/n by n. that is equal to അങ്ങനെ വന്നു. then limit n tends infinity mod n, limit n tends infinity mod n എന്ന് പറഞ്ഞാൽ 1/n equal to 0 ആണ്. അപ്പൊ എന്താ കിട്ടിയത്? മോഡുലസ് എടുക്കുമ്പോൾ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ മോഡുലസ് എടുക്കാണ്ട് ലിമിറ്റ് എടുത്താലും അതന്നെ കിട്ടണം. അതല്ലേ തിയറം പറയണത്. ഒരു സീക്വൻസിന്റെ മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് എടുത്തിട്ട് ലിമിറ്റ് കൊടുത്താൽ 0 കിട്ടുമെങ്കിൽ മോഡുലസ് എടുക്കാതെ ലിമിറ്റ് കൊടുത്താലും 0 തന്നെ കിട്ടണം. അപ്പൊ എന്ത് വരും? ബൈ തിയറം 4 limit n tends infinity -1/n by n is equal to 0. then theorem number 5, if limit n tends infinity n is equal to L, then the function f is continuous at L. അപ്പോ ലിമിറ്റ് പോയിന്റ് L ആണ്, അതേ L എന്ന ലിമിറ്റ് പോയിന്റ് f കണ്ടിന്യൂസ് ആണ് എങ്കിൽ ലിമിറ്റ് n tends infinity f of a എന്ന് പറഞ്ഞാലും ലിമിറ്റ് n tends infinity f of limit n tends infinity a എന്ന് പറഞ്ഞാലും that is equal to f of L. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം f of L കണ്ടുപിടിച്ചാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ലിമിറ്റ് n tends infinity e raised to sin 1/n. let n is equal to sin 1/n. നോക്കണം എങ്ങനെയാണ് a എന്ന് കൊടുത്തതെന്ന്. നമുക്കൊരു കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അപ്പൊ ഒരു a നമ്മൾ എടുത്ത് എഴുതി. ഇവിടെ അതിന്റെ ലിമിറ്റ് പോയിന്റ് എല്ലാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ലിമിറ്റ് a ന്റെ ലിമിറ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. n is equal to sin 1/n. limit n tends infinity sin 1/n is equal to n tends infinity ആകുമ്പോൾ sin 1/infinity 0 sin 0 0. അപ്പോൾ L is equal to 0 എന്ന് കിട്ടി. L is equal to 0. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ആ ഫംഗ്ഷൻ കണ്ടോ, ഒരു സീക്വൻസ് ഉണ്ട്, അതിന്റെ ലിമിറ്റ് പോയിന്റ് L ആയിരിക്കണം. അതേ L-ല് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഞാൻ ഫംഗ്ഷൻ f of x is equal to e raised to x എന്ന് ഡിഫൈൻ ചെയ്തു. f of x is equal to e raised to x. കാരണം എന്താന്ന് ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടത് e raised to sin 1/n ആണ്. അപ്പോ f of x is equal to e raised to x ആക്കി. അപ്പൊ f of a ആയിരിക്കും എന്തായിരിക്കണം? e raised to an. ഈ a എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ള sin 1/n ആയിട്ട്. ആ ഒരു അർത്ഥം വരാനാണ് ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് f of x is equal to e raised to x ഡിഫൈൻ ചെയ്തത്. So f of n is equal to e raised to sin 1/n. And f is continuous at 0. And f is continuous at 0. കാരണം എന്താ? f എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണല്ലോ. അറ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കറിയാം. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അറ്റ് 0 കണ്ടിന്യൂസ് ആണ്. സോ f is continuous at 0. അപ്പോ എന്ത് വരും? നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവിടുന്ന് കിട്ടി f is continuous at L, that is f is continuous at 0. then limit n tends infinity f of a n എന്ന് പറഞ്ഞാൽ f of L ആണ്. അപ്പൊ f of x എന്താ? f of x എന്ന് പറഞ്ഞാൽ ഇതാണ്, e raised to x ആണ്. അപ്പോ f of L എന്തായിരിക്കും? എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഒരു ലിമിറ്റ് കണ്ടുപിടിച്ചു, ഒരു സീക്വൻസ് ഉണ്ട്, അതിന്റെ ലിമിറ്റ് L ആണ്. L എന്ന പോയിന്റില് 0 എന്ന പോയിന്റിൽ തന്ന ഫംഗ്ഷൻ f of x കണ്ടിന്യൂസ് ആണ്.
ഈ രണ്ട് സംഭവിച്ചാൽ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എൽ ആണ്. അപ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇ റേസ്റ്റ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എൽ എന്ത് വരും? നമുക്ക് എഫ് ഓഫ് എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. എഫ് ഓഫ് 0 ഈക്വൽ ടു ഇ റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ.